അവരുടെ അവശേഷിക്കുന്ന കുടുംബാംഗങ്ങളും ഒപ്പമുണ്ട്. അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുന്നുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അരുൺ, അനിൽ, അവന്തിക, സുഹൃതി, ഈ 4 പേരെയാണ് പ്രധാനമന്ത്രി അവിടെ കാണുന്നത്. കുഞ്ഞ് അവന്തികയുടെ വിഷമം, ആ വിഷമം നമ്മുടെ നാടിൻ്റെ മുഴുവൻ വിഷമമായി മാറിയതാണ്. സുഹൃത ചികിത്സയിൽ കഴിയുകയാണ്. സുഹൃതയ്ക്കൊപ്പമുള്ള ബൈസ്റ്റാൻഡറും കാര്യങ്ങൾ പറയുന്നുണ്ട്. കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി പ്രധാനമന്ത്രിക്കൊപ്പമുണ്ട്. ചീഫ് സെക്രട്ടറി വി വേണുവുണ്ട്. കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്ന പ്രധാനമന്ത്രിയെ നമുക്ക് കാണാം. ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വി എസ് രഞ്ജിത്ത് നമുക്കൊപ്പം തുടരുന്നുണ്ട്. വി എസ് രഞ്ജിത്ത്, ശരത്തിൻ്റെ മാതാപിതാക്കൾ മുരുകൻ, സുബ്ബലക്ഷ്മി, ഒപ്പം അരുൺ, അനിൽ, അവന്തിക, സുഹൃതി, അവരെയൊക്കെ പ്രധാനമന്ത്രി കണ്ട് അവർക്ക് സാന്ത്വനം അർപ്പിക്കുകയാണ്. ഒപ്പം മറ്റൊരു കാര്യം കൂടി നമ്മുടെ മുന്നിലേക്ക് ദൃശ്യങ്ങളായി വരികയാണ്. ആ ആശുപത്രിയിൽ ജോലി ചെയ്തിരുന്ന മനുഷ്യർക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട്. നീതുവിൻ്റെ അവസാന സന്ദേശം ഇതേ ആശുപത്രിയിലേക്കാണ് വരുന്നത്, അല്ലെങ്കിൽ സഹപ്രവർത്തകർക്കിടയിലേക്കാണ് വരുന്നത്. അങ്ങനെ ഈ ദുരന്തത്തിലെല്ലാം ഇല്ലാതായിപ്പോയ മനുഷ്യരെ, ഇപ്പോഴും ആ ദുരന്തത്തിൽ നിന്ന് കഷ്ടിച്ച് രക്ഷപ്പെട്ട് തുടരുന്ന മനുഷ്യരെ, അവരെയൊക്കെ ചേർത്ത് പിടിക്കുകയല്ലേ പ്രധാനമന്ത്രി? തീർച്ചയായിട്ടും നമുക്ക് കാണാൻ പറ്റുന്ന ദൃശ്യങ്ങൾ, അവിടെ നിന്നുള്ള മുഴുവൻ ദൃശ്യങ്ങളും നമുക്കിപ്പോൾ ലഭ്യമല്ല. പക്ഷേ നമുക്ക് ലഭ്യമായ ദൃശ്യങ്ങളിൽ തന്നെ ആ കുട്ടികളോട് അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ആ കുട്ടികൾക്ക് അദ്ദേഹം ഹസ്തദാനം കൊടുക്കുന്നുണ്ട്, അവരെ മടിയിലിരുത്തുന്നുണ്ട്, അവരോട് സംസാരിക്കുന്നുണ്ട്. അവിടെ ആശുപത്രി കിടക്കയിൽ കിടക്കുന്നവരുടെ തൊട്ടരികത്ത് പോയി അവരോട് ഏറ്റവും അടുത്ത് നിന്ന് സംസാരിക്കുന്നുണ്ട്. അവരോട് അവരുടെ കാര്യങ്ങൾ, അവരുടെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് ചോദിച്ചറിയുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ പരിക്കു പറ്റിയവരെ സംബന്ധിച്ച് അവരനുഭവിക്കുന്ന വേദന, അവരനുഭവിക്കുന്ന അവർ കണ്ട കാഴ്ചകൾ, അവരെങ്ങനെയാണ് ഈ ദുരന്തമുഖത്ത് നിന്ന് അവർ നേരിട്ട് രക്ഷപ്പെട്ടത്, അവരെങ്ങനെ ആശുപത്രി കിടക്കയിലെത്തി, ഇതിൻ്റെ എല്ലാം വിവരങ്ങൾ അദ്ദേഹം ചോദിച്ചറിയുന്നു. ആ കുട്ടികളെ ചേർത്ത് പിടിക്കുന്നു, കുട്ടികളെ ആശ്വസിപ്പിക്കുന്നു. അങ്ങനെ ആശുപത്രിയിൽ അദ്ദേഹം എത്തിയതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശവും അതുതന്നെയാണ്. ആശുപത്രിയിൽ കിടക്കുന്നത് മരണമുഖത്ത് നിന്ന്, ഈ ദുരന്തത്തിൽ രക്ഷപ്പെട്ട് മരണമുഖത്ത് നിന്ന് രക്ഷപ്പെട്ടെത്തിയവരാണ്. ആ മരണമുഖത്ത് നിന്ന് ഈ ഒരു കടുകിട വ്യത്യാസത്തിന് രക്ഷപ്പെടുത്തിയ ഈ മനുഷ്യരെ നേരിട്ട് കാണുക എന്നുള്ളതാണ് ആശുപത്രി സന്ദർശനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. ആശുപത്രിയിൽ നിന്ന് അല്പസമയത്തിനകം തന്നെ അദ്ദേഹം പുറപ്പെടും. അദ്ദേഹത്തിന് ഇനി എത്തേണ്ടത് ഈ കൽപ്പറ്റ വഴി കൽപ്പറ്റ കലക്ട്രേറ്റിലേക്കാണ്. അദ്ദേഹം അവിടെ നിന്ന് പുറപ്പെടുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തോടൊപ്പം ട്രാൻസ്ലേറ്റേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ കൂടി ഈ കുട്ടികളോടൊക്കെ അദ്ദേഹം വളരെ അടുത്ത് തന്നെ നിന്ന് സംസാരിക്കുന്നതായിട്ടും അടുത്ത് നിന്ന് ഇടപഴകുന്നതായിട്ടും അവിടെ കിടക്കുന്ന രോഗികളോട് അടുത്ത് നിന്ന് സംസാരിക്കുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. സ്വാഭാവികമായിട്ടും അവരിൽ നിന്നൊക്കെ ദീർഘമായി സംസാരിക്കാനുള്ള സമയമോ ദീർഘമായി അവരിൽ നിന്ന് വിവരങ്ങൾ ശേഖരിക്കാനുള്ള സമയമോ സന്ദർഭമോ ഇല്ലെങ്കിൽ കൂടി ആവുന്ന വിധത്തിൽ അദ്ദേഹം എല്ലാവരെയും ആശ്വസിപ്പിക്കുന്നുണ്ട്, എല്ലാവരിൽ നിന്നും കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. ഇനിയിപ്പോൾ അവലോകന യോഗം കൽപ്പറ്റയിലാണ്. അതാണ് ഔദ്യോഗികമായിട്ടുള്ള വിവരം എന്ന് പറയുന്നത്. ഔദ്യോഗികമായിട്ട് കൈമാറ്റം ചെയ്യപ്പെടുന്ന വിവരം, ഈ ഔദ്യോഗികമായി കൈമാറ്റം ചെയ്യപ്പെടുന്ന വിവരത്തിന്റെയും വിവരണത്തിന്റെയും അടിസ്ഥാനത്തിലായിരിക്കും കേരളം ആവശ്യപ്പെടുന്ന പ്രകാരത്തിലുള്ള ഒരു സഹായം കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാവുമോ എന്ന് അറിയേണ്ടത്. ഏതായാലും നരേന്ദ്രമോദി അദ്ദേഹം പദ്ധതിയിട്ട പ്രകാരം, അദ്ദേഹം പ്ലാനിട്ട പ്രകാരം തന്നെ അദ്ദേഹത്തിന്റെ 3 മണിക്കൂർ സമയം അതിപ്പോൾ 3 മണിക്കൂറും കഴിഞ്ഞ് മുന്നോട്ട് പോവുകയാണ്. 3:15 തിരിച്ചു പോകേണ്ട നരേന്ദ്രമോദി വിംസ് ആശുപത്രിയിൽ നിന്നിപ്പോൾ 3:35 ഇറങ്ങിയിട്ടില്ല. അദ്ദേഹം അല്പസമയത്തിനകം തന്നെ ആശുപത്രിയിൽ നിന്ന് പുറപ്പെടും. അവിടെ നിന്ന് നേരിട്ട് കലക്ട്രേറ്റിലേക്ക് എത്തും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കലക്ട്രേറ്റിലെ പദ്ധതികൾ ക്യാൻസലാക്കിയിട്ടില്ല, റദ്ദു ചെയ്തിട്ടില്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കലക്ട്രേറ്റ് പരിസരത്ത് പോലീസിന്റെ കർശനമായ സുരക്ഷയുണ്ട്, പോലീസിന്റെ പരിശോധനയുണ്ട്, പോലീസ് വാഹനങ്ങൾ റോന്തു ചുറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ മന്ത്രിമാരും ജനപ്രതിനിധികളുമൊക്കെ കലക്ട്രേറ്റിൽ കാത്തിരിക്കുന്നു. അങ്ങനെ കാത്തിരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഇങ്ങോട്ട് എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. രാവിലെ എത്തിയ നരേന്ദ്രമോദി ആദ്യം ആകാശ നിരീക്ഷണം പൂർത്തിയാക്കി അതിനുശേഷം കൽപ്പറ്റ SKMJ ഗ്രൗണ്ടിൽ ഹെലികോപ്റ്ററിൽ ഇറങ്ങി അതിനുശേഷം റോഡ് മാർഗത്തിലാണ് ബെയിലി പാലത്തിന്റെ സമീപത്തേക്കും വെള്ളാർമല സ്കൂളിന്റെ സമീപത്തേക്കും നരേന്ദ്രമോദി പോയത്. അവിടെ ഈ സൈനികരുമായി സംസാരിച്ചു, രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തവരുമായി സംസാരിച്ചു. എങ്ങനെയാണ് അവിടെ ദുരന്തമുണ്ടായത്, ആ ദുരന്തമുഖത്തിന്റെ വ്യാപ്തി എത്രത്തോളമാണ് എന്നെല്ലാം അവിടെയുള്ളവരുമായി ചോദിച്ചറിഞ്ഞു. അവിടെ മുഖ്യമന്ത്രി കൂടെ ഉണ്ടായിരുന്നു,
കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി കൂടെ ഉണ്ടായിരുന്നു, ചീഫ് സെക്രട്ടറി ഉണ്ടായിരുന്നു. ഇവരുമായെല്ലാം ദുരന്തമുഖത്ത് നിന്ന് സംസാരിച്ചു. അതിനുശേഷമാണ് സെന്റ് ജോൺസ് സ്കൂളിലെ ക്യാമ്പിലേക്ക് എത്തിയത്. അവിടെ 12 പേരുണ്ടായിരുന്നു. ആ 12 പേരിൽ കുട്ടികളും സ്ത്രീകളും മുതിർന്നവരും പ്രായമായവരും ഒക്കെ ഉണ്ടായിരുന്നു. അവരോടൊക്കെ നേരിട്ട് സംസാരിച്ചു. അവരിൽ നിന്നെല്ലാം വിവരങ്ങൾ ശേഖരിച്ചു. അവർക്കെല്ലാം ആത്മവിശ്വാസം പകർന്നു കൊടുക്കാൻ നരേന്ദ്രമോദിക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ആശുപത്രിയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പരിക്കേറ്റവരെ ആശ്വസിപ്പിച്ച് ആശുപത്രിയിൽ ചികിത്സ അടിയന്തരമായി ഉറപ്പാക്കിയ രക്ഷാപ്രവർത്തകരെ, അതിന് ദൗത്യസന്നദ്ധരായി മുന്നോട്ട് വന്ന ആതുര സേവകരായ മനുഷ്യരെ, അവരെയൊക്കെ നേരിട്ട് കണ്ട് അവന്തിക മോളെ കണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ ഡോക്ടർ മൂപ്പൻസ് മെഡിക്കൽ കോളേജിൽ നിന്നും കളക്ടറേറ്റിലേക്ക് മടങ്ങുകയാണ്.